നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എരിവും പുളിയും മധുരവും ഒക്കെയുള്ള പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു വിഭവമാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിനു വേണ്ടിയിട്ട് 2 മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല വിളഞ്ഞ പുളിയുള്ള മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇനി 1.25 കപ്പോളം ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. ഒരു കുക്കറിനകത്തിലേക്ക് ഈ മാങ്ങ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. സാധാരണ ഒരു പാനിനകത്തിലും വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിനകത്ത് ചേർത്തേക്കുന്നത്. ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. മാങ്ങ വേവുന്നതിന് ആവശ്യമായ വെള്ളവും കൂടെ ചേർക്കാം. അതായത് മാങ്ങയ്ക്ക് സമാസമം നിന്നാൽ മതി വെള്ളം. ഞാൻ ഹൈ ഫ്ലെയിമിൽ 2 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും അടുപ്പിച്ചാണ് മാങ്ങ വേവിച്ചെടുത്തത്. മാങ്ങ വേവാൻ വെക്കുമ്പം ഒരു ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം കുക്കറിൻ്റെ മൂടി അടയ്ക്കാനായിട്ട്. മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഉടയാത്ത പീസുകൾ ഉണ്ടെങ്കിൽ തവി വെച്ച് അതും കൂടെ ഒന്ന് ഉടച്ചു കൊടുത്തേക്കണം. അടുത്തതായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ലേശം കടുകും പൊട്ടിച്ച് ഒരു 1/4 സ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. അടുത്തതായിട്ട് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ചീകി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം. ശർക്കര നന്നായിട്ട് പാനിയാകണം. ശർക്കര നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. കൂടെ തന്നെ ഒരു ലേശം 1/4 സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കര പാനിക്കുള്ളിൽ മുളക് പൊടിയും ഉലുവപ്പൊടിയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വിടാം. എപ്പോഴും ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തെറിച്ച് മേത്ത് വീഴാൻ ചാൻസ് ഉണ്ട്, പൊള്ളും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. വെള്ളമൊക്കെ വറ്റി പച്ചമാങ്ങ കൊണ്ടുള്ള ഈ സ്വീറ്റ് അല്ലെങ്കിൽ ഹൽവ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അതേപോലെ വൈകുന്നേരത്തൊക്കെ ചുമ്മാ അതൊരു സ്വീറ്റ് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പം കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക.